ഇവർക്കൊക്കെ ഈ 2 ഏക്കർ പറമ്പിൽ എന്തവകാശമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ കൈയും കാലും ചിറകും ഒന്നുമില്ലാത്ത ഒരു ഭീകരസ്വരൂപി. ഉച്ചസമയം, നല്ല വെയിലുമുണ്ട്. കോഴികൾ കൊക്കുകയും നായ കുരയ്ക്കുകയും ചെയ്യുന്നു. പക്ഷികൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുന്നുമുണ്ട്. അശ്രദ്ധയോടെ ചെന്നു ചാടിയത് ഭയങ്കരമായ മൂർഖൻ പാമ്പിൻ്റെ മുമ്പിൽ. പാമ്പ് തല എടുത്തു പിടിച്ച് പത്തി വിതർത്ത് ഗൗരവത്തിൽ നിൽക്കുന്നു. നിനക്കിവിടെ എന്തവകാശമെന്ന മട്ടിൽ. പാമ്പിന് എന്തു ചെയ്യണം? എന്തു ചെയ്യാൻ കഴിയും? വടിയില്ല, ആയുധങ്ങളൊന്നുമില്ല, വെറും കൈ. മനുഷ്യൻ എത്ര ബലഹീനൻ! എന്നാൽ ഭാര്യയെ വിളിച്ച് വടി കൊണ്ടുവരാൻ പറയാം. പാമ്പിനെ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടാം. ഇത് ശരിയാണോ? പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളെയും ജീവികളായ എല്ലാ ജീവികളെയും സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ പാമ്പ് വർഗത്തെയും സൃഷ്ടിച്ചു. പാമ്പ് ഭൂമിയുടെ അവകാശികളിൽ ഒരാളാണ്. ഇവിടെ സഹവർത്തിത്വമാണ് ആവശ്യം. ഈ തത്വം അംഗീകരിക്കേണ്ടതല്ലേ? പക്ഷേ കൂട്ടായി ജീവിക്കാനൊക്കുമോ? വിഷം കടിച്ചാൽ മരിക്കും. ഹേ സർപ്പമ്മേ, നിനക്കിവിടെ അവകാശമില്ല. എൻ്റെ സ്വന്തമായ ഈ 2 ഏക്കർ പറമ്പിൽ നിന്ന് നീ ക്ഷണത്തിൽ പോവുക. പക്ഷെ എങ്ങോട്ട് പോകും? അടുത്ത പറമ്പുകളിൽ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ? ഭൂഗോളം തന്നെ ഒട്ടധിക ഭാഗവും കഷ്ണം കഷ്ണമായി ഓരോരുത്തർ, അതായത് മനുഷ്യർ, തീർവാങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പക്ഷിമൃഗാദികൾ എന്തു ചെയ്യും? എവിടെ പോകും? ഓർക്കുമ്പോൾ ഈ മൂർഖൻ പാമ്പ് എന്തു ചെയ്യും? എവിടെയെങ്കിലും ജീവിക്കട്ടെ, കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ദൈവം തമ്പുരാനെ, മരണകാരണമായ വിഷം. ജീവിതത്തിൽ ജാഗ്രത വേണം. നോക്കി നടക്കണം. വെളിച്ചം കൂടാതെ ഇരുട്ടത്ത് നടക്കരുത്. ഉഷാർ. പാമ്പ് കുറെ കഴിഞ്ഞ് വഴക്ക് അവസാനിപ്പിച്ച് ശാന്തത കൈവരിച്ചു. പത്തി ചുരുക്കി പതുക്കെ ഇഴഞ്ഞു തുടങ്ങി. നായ കുരച്ചുകൊണ്ട് പിറകെ. പാമ്പ് വേലിയുടെ പഴുതിലൂടെ തോട്ടിലേക്ക് പോയി. ഭാര്യ അടുക്കളയിൽ നിന്ന് പുക കൊണ്ട് ചുമന്ന കണ്ണുകളോടെ ഓടി വന്ന് ചോദിച്ചു, നായ കുരയ്ക്കുകയും കോഴികൾ കൊക്കുകയും പക്ഷികളൊക്കെ കൂട്ടത്തോടെ ചിലയ്ക്കുകയും ചെയ്യുന്നത് കേട്ടല്ലോ. വല്ല പാമ്പോ ചേരയും ആയിരുന്നോ? സഖാവ് മൂർഖൻ. എന്നിട്ട് അടിച്ചു വന്നില്ലേ? ഇല്ല, ഭവതിയെപ്പോലെ ഈശ്വര സൃഷ്ടി. അതും ജീവിക്കട്ടെ, ഈ ഭൂഗോളത്തിൻ്റെ അവകാശിയാണ്. അത് കൊള്ളാം. നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ പറമ്പിൽ വരുമ്പോൾ അടിച്ചു കൊല്ലണം. കൊല്ലണമെന്ന് വേഗം പറയാം, കൊല്ലുകയും ചെയ്യാം. ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാനൊക്കുമോ? മനുഷ്യരെ മറ്റും കടിച്ചു കൊല്ലുന്ന പാമ്പുകളെ മറ്റും ദൈവം എന്തിനു സൃഷ്ടിച്ചു? ആനകൾ, കടുവ, സിംഹം, കരടി, കാട്ടുപോത്ത്, നീർക്കുതിര, പുലി, ചീങ്കണ്ണി, മുതല, ഒട്ടകം, കുതിര, മനുഷ്യക്കുരങ്ങ്, ചെന്നായ, തേള്, മലമ്പാമ്പ്, കൊതുക്, മൂട്ട, വാവൽ, കഴുകൻ, മയിൽ, മാൻ, മൈന, പഞ്ചവർണ്ണക്കിളി എന്നിങ്ങനെ ഭൂമിയുടെ അവകാശികളായി ഒട്ടേറെ എണ്ണത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിന്? തിമിംഗലം, സ്രാവ്, മത്സ്യങ്ങൾ, നീരാളി, കടൽപ്പാമ്പുകൾ എന്നിവരെ എന്തിനെന്തിനു സൃഷ്ടിച്ചു? ഒന്നും അറിഞ്ഞുകൂടാ. ദൈവഹിതം. ഏതായാലും ഒന്നിനെയും കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. ഹിംസയരുത്. നല്ല പുതുമ. വീടിനകം മുഴുവനും എട്ടുകാലികളും പല്ലികളും. ഓന്തും അരണയും കരിന്തേളും അടുക്കളയിൽ കയറി വരുന്നു. വേലി മുഴുവനും ചിതല് തിന്ന് തീർക്കുന്നു. വീട്ടിനകത്തും ചിതലുണ്ട്. പുസ്തകങ്ങളും വസ്ത്രങ്ങളും ചിതല് തിന്നുന്നു. എലികളുടെ ശല്യമാണെങ്കിൽ പറയാനുമില്ല. ആ റേഡിയോഗ്രാമിൻ്റെ വയറ് എലി മുറിച്ചത് കണ്ടില്ലേ? വീടിനകം മുഴുവനും ചീവീടും എറുമ്പും പാറ്റകളും വണ്ടുകളും. അപ്പോഴാണ് ഒരു ജന്തുപൂജ. ഞാൻ ഒരു ജന്തുവിനെയും പൂജിക്കുന്നില്ല. മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗം മൃഗങ്ങളെയും പക്ഷികളെയും പൂജിക്കുന്നുണ്ട്. പാമ്പുകളെ പൂജിക്കുന്നുണ്ട്. പാമ്പുകൾക്കും ദിവ്യത്വം നൽകി ആരാധിച്ചു വരുന്നു. പാമ്പിൻ്റെ പുറത്താണത്രേ ഒരു ദൈവം കിടക്കുന്നത്. അത് കടലിലാണ്. വേറൊരു ദൈവത്തിൻ്റെ കഴുത്തിൽ പാമ്പ് ചുറ്റി കിടക്കുന്നു. എലി ഒരു ദൈവത്തിൻ്റെ ഇഷ്ടവാഹനമാണ്. മത്സ്യം, ചീങ്കണ്ണി, മലമ്പാമ്പ്, കടുവ മുതലായവ ആരാധിക്കുന്ന മനുഷ്യവർഗമുണ്ട്. ചിലർ ഭൂഗോളത്തെ ദേവിയായി സങ്കല്പിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ സൂര്യനും ചന്ദ്രനും ദേവന്മാരാണ്. ഭൂമി പരന്നതായി ചിലർ വിശ്വസിക്കുന്നു. ഭൂഗോളത്തിൽ നിവസിക്കുന്ന മനുഷ്യരുടെ വിശ്വാസങ്ങൾ പലതല്ലേ? ചിലർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ചിലർ ബഹുദൈവത്തിലും, ചിലർ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് വഴക്കാണ്. കൊലപാതകം വരെ നടക്കുന്നു. പൊരിഞ്ഞ യുദ്ധങ്ങളും. ഭൂമി ഒരു ഗോളമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസമൊന്നും കാര്യമാക്കാത്തവരുമുണ്ട്. ഗോളമായ ഭൂമി
ആലംബമില്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് കറങ്ങുന്നു. കുറേ അധികം അകലെ അന്തരീക്ഷത്തിൽ സദാ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഭൂമിയിൽ പകൽ, മറുവശത്ത് രാത്രി, ഇരുൾ, ആദിമമായ അന്ധകാരം. കാലത്തിൻ്റെ അന്തമില്ലാത്ത പോക്കിൽ ഒരു നാൾ സൂര്യൻ എന്നേക്കുമായി അണഞ്ഞു പോകും. അതിനു മുമ്പ് തന്നെ ഭൂഗോളം മരിച്ചിട്ടുണ്ടാവും. ചരാചരങ്ങൾ അഖിലവും നശിച്ചിരിക്കും. ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്നിട്ടുണ്ടാവും. പൊടിയായി പണ്ടത്തെ കോസ്മിക് ഡസ്റ്റ്. പിന്നെ അനന്തമായ ഇരുൾ. ഇരുട്ടിനെ ആയിരിക്കാം ദൈവം തമ്പുരാൻ ആദ്യം സൃഷ്ടിച്ചത്. രണ്ടാമതായി വെളിച്ചത്തെ. ചൂടും വെളിച്ചവുമാണല്ലോ കാര്യമായ സംഗതി. ജീവികളെല്ലാം ചൂടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സന്തതികളാണ്. ചിതലും എട്ടുകാലികളും മരങ്ങളും പക്ഷിമൃഗാദികളും ജീവികളും എറുമ്പും പാമ്പും മനുഷ്യനും എല്ലാം